ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും, കരൾ രോഗികളുണ്ടാകും, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ. അപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് യോഗ്യതയിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും, എവിടെയെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും, നടുവേദനക്കാരുണ്ടാകും, പിൻകഴുത്തിന് വേദനയുള്ളവരുണ്ടാകും, സോറിയാസിസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, RSS രോഗങ്ങൾ, ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ടാകും. അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ഛൻ വെച്ചിരിക്കണ പോലെ വെക്കണം. ഇനി നിങ്ങൾ സ്തുതിച്ചേ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ കർത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശ്രുതികട്ടെ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ ശക്തി, രോഗസൗഖ്യ ശക്തി, മനസ്സൗഖ്യ ശക്തി ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോട് നീ കാരുണ്യം കാണിക്കണമേ. ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, വീട്ടിലിരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, മൂക്കിൽ ദശ വളരുന്ന അവസ്ഥകൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ള അവസ്ഥകൾ, ചെവിക്ക് കേൾവിക്കുറവുള്ള അവസ്ഥകൾ, മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ മാറാത്ത തലവേദനകൾ, അതിൻ്റെ മൂലകാരണങ്ങൾ, അടിമുഴക്കം പോലെ അടിപ്പിടർ പോലെ കർത്താവിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, വിവിധ പരീക്ഷകൾ എഴുതിയ മക്കളുണ്ട്. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് തന്നെ അവർ ആ പരീക്ഷയുടെ വിഷയം ഉടമ്പടി വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. എന്താണ് അറിയാവുന്നത്? നിങ്ങളുടെ കഴിവിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്, കർത്താവിൻ്റെ കൃപയിലാണെന്ന്. അതുകൊണ്ട് തന്നെ ജയിക്കാനും ഉന്നതമായ മാർക്ക് മേടിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെല്ലാം അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ആവശ്യിക്കുന്നതിന് വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. നാഥ വരണമേ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. പ്രത്യേക മാനസിക അവസ്ഥയിൽ, വൈകാരിക അവസ്ഥയിലെ ഈ ദുരന്തപരമായ അവസ്ഥയിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ലെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളായിരിക്കാം, ചിലപ്പോൾ വിവാഹം ഒത്തുവരാതെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി കഴുകിയ അവസാനം നമുക്ക് ജീവിതമല്ലാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പലതരത്തിൽ സമ്മർദ്ദപ്പെടുന്ന അവസ്ഥയാകാം. ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് രാവിലെ പകലും കണ്ണീര് കുടിക്കുന്ന വ്യക്തിയാകാം നീ. അപ്പം അങ്ങനെ എല്ലാവരുടെയും വേദനകളെ ഇപ്പോൾ ആൾക്കാരെ വെക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, ജോലിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്. ഒരു കാര്യം വന്നാൽ പോലും തിരക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ വരാനോ പോകാനോ ആരും ഇല്ലാത്തവരുണ്ട്. അവിടെ എല്ലാം ദൈവത്തിന്റെ കണ്ണയ്ക്ക് വേണ്ടി വിഡി വഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലിക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പോകുന്നത്, എന്ത് ചെയ്യണമെന്നൊരു തിട്ടമില്ലാത്ത ആൾക്കാരുണ്ട്.
ഏത് രാജ്യത്ത് പോകണം, ഏത് ജോലി ചെയ്യണം, ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ട്. ആപ്പാട് ജീവിതം കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായ ബോധ്യങ്ങൾ, അതായത് 72 മണിക്കൂറിനുള്ളിൽ ദൈവം അവരുടെ വിഷയത്തിന് മേൽ കൃപാസന അമ്മ ദൈവമാതാവിൻ്റെ പ്രത്യേകമായി ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. എപ്പോഴാണ് ഈ പ്രാർത്ഥന കൂടാൻ ഇടയിൽ വരണത്? ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചില ആൾക്കാർ ഈ പ്രാർത്ഥന കൂടുന്നത്. അപ്പോൾ അവരുടെ വിഷയത്തിന് മേൽ 72 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട്, സമയമായില്ല കൃപാസനം പ്രാർത്ഥനകളെല്ലാം സമയത്തിന് മേൽ ദൈവത്തിന്റെ അധികാരം പരിശുദ്ധ അമ്മയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. വഴക്കുള്ള കുടുംബങ്ങള്, എപ്പോഴും കശപിശയും വർത്തമാന പിശകുകളും, സ്നേഹം തണുത്തുപോയ കുടുംബങ്ങൾ, ആരുടെ കാര്യം താല്പര്യമില്ല, എവിടെയെങ്കിലും പോയി തൊല എന്നുള്ള രീതിയിൽ, വല്ലാത്ത രീതിയിൽ വഴിയമ്പലത്തിൽ താമസിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവർ, അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നതിന് വേണ്ടിയും പുതിയൊരു ജീവിത ക്രമീകരണം ഉണ്ടാകാൻ വേണ്ടിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവിടെ മേൽ ദൈവത്തിനൊക്കെ ശക്തി ഉണ്ടാകട്ടെ, അവിടെ ദൈവത്തിൻ്റെ നിശാബോധം ഉണ്ടാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പിരിഞ്ഞുപോയ ഭാര്യാഭർത്തകന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ, കോടതി കേസ് അനുകൂലമായി വിധിച്ചുകൊണ്ട് ദൈവത്തിന് നീതി നിറവേറാൻ ആഗ്രഹിക്കുന്നവരെ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരെ, അവിടെ പ്രാർത്ഥനകളുടെ മേലെല്ലാം ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മുട്ടനിക്കുക. രേഖാമൂലമായ തടസ്സങ്ങൾ, രേഖകൾ കാണാതെ പോയത്, രേഖ നഷ്ടപ്പെട്ടത്, ചില രേഖകളെ പിടിച്ചു വച്ചിരിക്കുന്നത്, ആ മേഖലകളെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഈശോയെ, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതനുസരിച്ച് ഈശോയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് ഈശോയെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരിശുദ്ധ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.